ഓഡിയോ ആംപ്ലിഫയറുകൾ പ്രധാനമായും ക്ലാസുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 1. ക്ലാസ് എ ആംപ്ലിഫയർ. 2. ക്ലാസ് ബി ആംപ്ലിഫയർ. 3. ക്ലാസ് എ ബി ആംപ്ലിഫയർ. 4. ക്ലാസ് ഡി ആംപ്ലിഫയർ എന്നിങ്ങനെയായി തരംതിരിച്ചിരിക്കുന്നു. ഓരോ ആംപ്ലിഫയറിൻ്റെയും പ്രവർത്തന രീതി, കാര്യക്ഷമത, ശബ്ദനിലവാരം എന്നിവയിൽ വ്യത്യാസങ്ങളുണ്ട്. ഓരോ ക്ലാസിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. 1. ക്ലാസ് എ ആംപ്ലിഫയർ. ക്ലാസ് എ കാറ്റഗറിയിൽപ്പെടുന്ന ആംപ്ലിഫയറുകൾ സിഗ്നലിൻ്റെ പോസിറ്റീവ്, നെഗറ്റീവ് സൈക്കിളുകൾ പൂർണ്ണമായും ആംപ്ലിഫൈ ചെയ്യുവാൻ വേണ്ടി ട്രാൻസിസ്റ്ററുകൾ എല്ലായ്പ്പോഴും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കും. ഇൻപുട്ട് സിഗ്നൽ ഇല്ലാത്തപ്പോഴും ഇവയുടെ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും. ഇത് സ്ഥിരമായൊരു ബയസ് കറന്റ് നിലനിർത്തുന്നു. ഇനി ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. മികച്ച ശബ്ദനിലവാരം, ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റോർഷൻ എന്നിവ നൽകുന്നു. സിഗ്നലിൽ യാതൊരുതരം വ്യതിയാനങ്ങളും വരുത്താതെ കൃത്യമായി ആംപ്ലിഫൈ ചെയ്യുന്നു. 2. ലീനിയാരിറ്റി. വളരെ ലീനിയർ ആയതിനാൽ സിഗ്നലിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ആംപ്ലിഫൈ ചെയ്യുന്നു. ദോഷങ്ങൾ: കുറഞ്ഞ കാര്യക്ഷമത, അതായത് ലോ എഫിഷ്യൻസി. വൈദ്യുതിയുടെ വലിയൊരു ഭാഗവും ചൂടായി നഷ്ടപ്പെടുന്നു. സാധാരണയായി 25 മുതൽ 30% വരെയാണ് കാര്യക്ഷമത. ഇൻപുട്ട് സിഗ്നൽ ഇല്ലാത്തപ്പോഴും പ്രവർത്തിക്കുന്നതുകൊണ്ടാണിത്. 3. ഉയർന്ന വൈദ്യുതി നഷ്ടം കാരണം കൂടുതൽ ചൂടുണ്ടാക്കുന്നു, അതിനാൽ വലിയ ഹീറ്റ് സിങ്കുകൾ ആവശ്യമാണ്. 4. ഉയർന്ന വൈദ്യുതി ഉപയോഗം കാരണം വലിയ പവർ സപ്ലൈകളും ഹീറ്റ് സിങ്കുകളും ആവശ്യമായതുകൊണ്ട് ഇവയ്ക്ക് വലിപ്പം കൂടുതലായിരിക്കും. 5. ഉയർന്ന നിലവാരമുള്ള ഓഡിയോ സിസ്റ്റങ്ങളിലും സ്റ്റുഡിയോ മോണിറ്ററിംഗ് ഉപകരണങ്ങളിലും ഇത്തരം ആംപ്ലിഫയറുകൾ ഉപയോഗിക്കുന്നു. എന്താണ് ക്ലാസ് ബി ആംപ്ലിഫയർ? ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നോക്കാം. ഈ ആംപ്ലിഫയറിൽ സാധാരണയായി 2 ട്രാൻസിസ്റ്ററുകൾ ഉണ്ടാകും, അതായത് പുഷ് പുൾ കോൺഫിഗറേഷൻ. ഒരു ട്രാൻസിസ്റ്റർ സിഗ്നലിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം ആംപ്ലിഫൈ ചെയ്യുമ്പോൾ മറ്റേ ട്രാൻസിസ്റ്റർ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആംപ്ലിഫൈ ചെയ്യുന്നു. സിഗ്നൽ ഇല്ലാത്തപ്പോൾ ഈ ട്രാൻസിസ്റ്ററുകൾ ഓഫ് ആയിരിക്കും. ഇനി ഇതിന്റെ ഗുണങ്ങൾ നോക്കാമൊന്ന്. കൂടുതൽ കാര്യക്ഷമത, അതായത് ക്ലാസ് എയേക്കാൾ കാര്യക്ഷമമാണ് ക്ലാസ് ബി ആംപ്ലിഫയറുകൾ. ഇത് സാധാരണയായി 50 മുതൽ 70% വരെ എഫിഷ്യൻസി കിട്ടുന്നു. വൈദ്യുതി കുറച്ചു മാത്രമേ ചൂടായി നഷ്ടപ്പെടുന്നുള്ളൂ. ഇനി ഇതിന്റെ ദോഷങ്ങൾ നോക്കാം. ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ, അതായത് പോസിറ്റീവ്, നെഗറ്റീവ് ഹാഫ് സൈക്കിളുകൾ തമ്മിൽ മാറുന്ന പോയിന്റിൽ, അതായത് സീറോ ക്രോസിംഗ് പോയിന്റ് സിഗ്നലിൽ ഒരു വിടവ് വരാം. ഇത് ശബ്ദ നിലവാരത്തെ ബാധിക്കും. 2. ക്ലാസ് എ ആംപ്ലിഫയറിനേക്കാൾ ലീനിയാരിറ്റി കുറവാണ്. 3. താരതമ്യേന കുറഞ്ഞ ശബ്ദനിലവാരം മതിയായ ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്നു. എന്നാൽ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ ഒരു പ്രധാന പ്രശ്നമായതിനാൽ ഈ ക്ലാസ് ഒറ്റയ്ക്ക് അധികം ഉപയോഗിക്കാറില്ല. ഒരു ക്ലാസ് എ ബി എന്നത് ക്ലാസ് എ, ക്ലാസ് ബി ആംപ്ലിഫയറുകളുടെ സവിശേഷതകൾ സംയോജിപ്പിച്ച് നിർമ്മിച്ചതാണ്. മികച്ച ഓഡിയോ നിലവാരവും കാര്യക്ഷമതയും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. എന്താണ് ക്ലാസ് എ ബി ആംപ്ലിഫയറിനെ വ്യത്യസ്തമാക്കുന്നത്? മറ്റ് ആംപ്ലിഫയറുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ക്ലാസ് എ ബിയുടെ പ്രധാന സവിശേഷതകൾ താഴെ പറയുന്നവയാണ്. കുറഞ്ഞ ഡിസ്റ്റോർഷൻ. ക്ലാസ് ബി ആംപ്ലിഫയറുകളിൽ കാണുന്ന ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന പ്രശ്നം ക്ലാസ് എ ബിയിലില്ല. ഇതിനായി 2 ട്രാൻസിസ്റ്ററുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ഓവർലാപ്പ് ഉണ്ടാകുന്നു. ഇത് ശബ്ദത്തിന്റെ വ്യക്തത വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ കാര്യക്ഷമത. ക്ലാസ് എ ആംപ്ലിഫയറുകളെ അപേക്ഷിച്ച് ക്ലാസ് എ ബിക്ക് കാര്യക്ഷമത കൂടുതലാണ്. ക്ലാസ് എ ആംപ്ലിഫയറുകൾ എപ്പോഴും പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നതിനാൽ ധാരാളം വൈദ്യുതി ഉപയോഗിക്കുകയും ചൂട് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ക്ലാസ് എ ബി ആംപ്ലിഫയറുകൾക്ക് ആവശ്യമായ സമയത്ത് മാത്രം പ്രവർത്തിക്കുന്നതിനാൽ ഊർജ്ജം ലാഭിക്കാൻ സാധിക്കുന്നു. മികച്ച ശബ്ദനിലവാരം. ക്ലാസ് എ ബി ആംപ്ലിഫയറുകൾക്ക് സാധാരണയായി ക്ലാസ് എ ആംപ്ലിഫയറുകളേക്കാൾ ഉയർന്ന കാര്യക്ഷമതയും ക്ലാസ് ബി ആംപ്ലിഫയറുകളേക്കാൾ മികച്ച ശബ്ദനിലവാരവുമുണ്ട്. അതിനാൽ ഹോം തിയേറ്റർ സിസ്റ്റങ്ങൾ, ഹൈഫൈ ഓഡിയോ, പ്രൊഫഷണൽ ഓഡിയോ ഉപകരണങ്ങൾ എന്നിവയിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ, ക്ലാസ് എ ബി ആംപ്ലിഫയർ എന്നത് ഉയർന്ന നിലവാരമുള്ള ശബ്ദവും നല്ല കാര്യക്ഷമതയും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായ ഒരു തിരഞ്ഞെടുപ്പാണ്. ഇത് ക്ലാസ് എ, ക്ലാസ് ബി എന്നിവയുടെ നല്ല ഗുണങ്ങൾ സമന്വയിപ്പിക്കുകയും അവയുടെ പോരായ്മകൾ കുറയ്ക്കുകയും ചെയ്യുന്നു. ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ എന്നത് മറ്റ് ആംപ്ലിഫയറുകളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ ഒരു സാങ്കേതികവിദ്യയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു ലീനിയർ ആംപ്ലിഫയർ അല്ല, മറിച്ച് ഒരു സ്വിച്ചിംഗ് ആംപ്ലിഫയർ ആണ്. എന്താണ് ക്ലാസ് ഡി ആംപ്ലിഫയറിനെ വ്യത്യസ്തമാക്കുന്നത്? മറ്റ് ആംപ്ലിഫയറുകളുമായി, പ്രത്യേകിച്ച് ക്ലാസ് എ ബി താരതമ്യം ചെയ്യുമ്പോൾ ക്ലാസ് ഡിയുടെ പ്രധാന സവിശേഷതകൾ താഴെ പറയുന്നവയാണ്. വളരെ ഉയർന്ന കാര്യക്ഷമത, അതായത് വെരി ഹൈ എഫിഷ്യൻസി ക്ലാസ് ഡി ആംപ്ലിഫയറുകളാണ് എല്ലാ ക്ലാസുകളിലും വെച്ച് ഏറ്റവും കാര്യക്ഷമതയുള്ളത്. ഇവയുടെ കാര്യക്ഷമത 90% വരെയും അതിലധികവുമാകാം.
ക്ലാസ് എ ബിക്ക് ഏകദേശം 50 മുതൽ 78% വരെ കാര്യക്ഷമതയേയുള്ളൂ. ഈ ഉയർന്ന കാര്യക്ഷമത കാരണം വൈദ്യുതി വളരെ കുറച്ചു മാത്രമേ ചൂടായി നഷ്ടമാകൂ. ചെറിയ വലിപ്പവും ഭാരവും കാര്യക്ഷമത കൂടുതലായതുകൊണ്ട് ക്ലാസ് ഡി ആംപ്ലിഫയറുകൾക്ക് ചൂട് പുറന്തള്ളാൻ വലിയ ഹീറ്റ് സിങ്കുകളുടെ ആവശ്യം വരുന്നില്ല. ഇത് ആംപ്ലിഫയറിന്റെ വലിപ്പവും ഭാരവും ഗണ്യമായി കുറയ്ക്കുന്നു. അതുകൊണ്ടാണ് ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറുകൾ, മൊബൈൽ ഫോണുകൾ, കാർ ഓഡിയോ സിസ്റ്റങ്ങൾ എന്നിവയിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നത്. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ, അതായത് PWM ക്ലാസ് ഡി ആംപ്ലിഫയറുകൾ അനലോഗ് ഓഡിയോ സിഗ്നലിനെ നേരിട്ട് ആംപ്ലിഫൈ ചെയ്യുന്നില്ല. പകരം ഓഡിയോ സിഗ്നലിനെ പൾസുകളുടെ രൂപത്തിലേക്ക് മാറ്റുന്നു. ഈ പൾസുകളുടെ വീതി ഓഡിയോ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ സ്വിച്ചിംഗ് പ്രവർത്തനം കാരണം ഊർജ്ജനഷ്ടം വളരെ കുറവാണ്. അവസാനമായി ഒരു ഫിൽട്ടർ ഉപയോഗിച്ച് ഈ പൾസുകളിൽ നിന്ന് യഥാർത്ഥ ഓഡിയോ സിഗ്നൽ വേർതിരിച്ചെടുക്കുന്നു. കുറഞ്ഞ ഊർജ്ജ ഉപയോഗം, ഉയർന്ന കാര്യക്ഷമതയുള്ളതുകൊണ്ട് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളിൽ, ഉദാഹരണത്തിന് മൊബൈൽ ഫോണുകൾ, ഹെഡ്ഫോണുകൾ, ഇത് വളരെ അനുയോജ്യമാണ്. ആരംഭത്തിൽ ക്ലാസ് ഡി ആംപ്ലിഫയറുകൾക്ക് ശബ്ദനിലവാരത്തിന്റെ കാര്യത്തിൽ ചില പോരായ്മകളുണ്ടായിരുന്നു. എന്നാൽ ആധുനിക സാങ്കേതികവിദ്യയുടെ വളർച്ചയോടെ ശബ്ദനിലവാരത്തിൽ ക്ലാസ് എ ബി ആംപ്ലിഫയറുകളോട് കിടപിടിക്കുന്ന തരത്തിൽ ക്ലാസ് ഡി ആംപ്ലിഫയറുകൾക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ ഏറ്റവും ഉയർന്ന കാര്യക്ഷമത, കുറഞ്ഞ വലിപ്പം, കുറഞ്ഞ ഭാരം എന്നിവയാണ് ക്ലാസ് ഡി ആംപ്ലിഫയറുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. ഉയർന്ന പവറുള്ള ആംപ്ലിഫയറുകൾ നിർമ്മിക്കുമ്പോൾ ഇവ വളരെ നിർണായകമായ ഗുണങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നന്ദി.